അപ്പോൾ തുടങ്ങാം. കയറി ആദ്യം ചെയ്യുന്നത് ആദ്യം ഫോൺ എടുത്തവനെ ഞങ്ങൾ രണ്ടുപേരും രണ്ട് കവിളിലും മാറി മാറി അടിക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേരും വണ്ടിക്കകത്ത് ഷർട്ടും പാൻറ്റും ഒക്കെ പിഴിഞ്ഞ് ഉണക്കാൻ വെച്ചിരിക്കുന്ന പോലെ വണ്ടിക്കകത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്തേലും കേൾക്കാൻ നോക്കി നിൽക്കുന്ന കാലമാണ് ചാടി ഇറങ്ങാൻ വേണ്ടി. ഇത് കേട്ട ഉടനെ എല്ലാവരും പറഞ്ഞു വാ പോയേക്കാമെന്ന് പറഞ്ഞു. ഈ ഹരികൃഷ്ണൻസിൻ്റെ അകത്ത് ഗുപ്തൻ ചൂട് ചായ ഊതി ഊതി കുടിക്കുന്നു പറയുന്നില്ലേ, ഞങ്ങൾ രണ്ടുപേരും തിളച്ച കാപ്പി അണ്ണാക്കിലോട്ടെടുത്ത് കമത്തിയിട്ട് ഓടിച്ചെന്ന് വണ്ടിക്കകത്ത് കയറി. അപ്പോൾ തുടങ്ങാം. നല്ല തണുപ്പുണ്ട്, ഒടുക്കത്തെ കാറ്റും. 2013 ഡിസംബർ 31 ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഈ ദിവസം പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഞങ്ങൾ കോളേജിൽ ഫ്രണ്ട്സ് എല്ലാം കൂടി ഇങ്ങനെ വട്ടം കൂടി ഇരിക്കുന്നതിൻ്റെ ഇടയിൽ കൊച്ചിക്കാരനായിട്ടുള്ള സൂരജ് എന്ന് പറയുന്ന ഞങ്ങളുടെ ഫ്രണ്ട് ഞങ്ങളോട് ചോദിച്ചു, എടാ നീയൊക്കെ കൊച്ചി കാർണിവൽ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ മിക്കവരും കണ്ടിട്ടില്ല. എല്ലാവരും പറഞ്ഞു ഇല്ല കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. കാണേണ്ട കാഴ്ചയല്ലേ, ന്യൂ ഇയർ എന്ന് പറഞ്ഞാൽ കൊച്ചി കാർണിവലാണ്, കൊച്ചിക്കാരെല്ലാം അവിടെ വരും, വലിയ പരിപാടിയാണ്, നിങ്ങൾ വാ ഞാൻ നിങ്ങളെ കൊണ്ട് കാണിക്കാമെന്ന് പറഞ്ഞു. എന്തേലും കേൾക്കാൻ നോക്കി നിൽക്കുന്ന കാലമാണ് ചാടി ഇറങ്ങാൻ വേണ്ടി. ഇത് കേട്ട ഉടനെ എല്ലാവരും പറഞ്ഞു വാ പോയേക്കാമെന്ന് പറഞ്ഞു. അന്ന് വരുൺ എന്ന് പറയുന്ന ഒരു ഫ്രണ്ടിന് ഈക്കോ എന്ന് പറയുന്ന ഒരു കാറുണ്ട്, ഒരു വലിയ ഓംനി വാൻ്റെ ഒരു വലിയ സൈസുള്ള ഒരു കാർ. പറഞ്ഞു തീരുന്നതിന് മുമ്പ് മത്തി അടുക്കി വെക്കുന്ന പോലെ ഒരു 10-12 എണ്ണം ഈ വണ്ടിക്കകത്തോട്ട് കയറി വണ്ടി നേരെ എറണാകുളത്തിന് വിടുകയാണ്. അങ്ങനെ ഞങ്ങൾ നേരെ എറണാകുളത്തെത്തി. ന്യൂ ഇയർ ആഘോഷമൊക്കെ നടക്കുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വണ്ടി കിട്ടിയതിന് ശേഷം ഞങ്ങളെല്ലാവരും പുറത്തേക്ക് ഇറങ്ങുന്നു. എന്നിട്ട് പതുക്കെ ഇത് കാണാൻ വേണ്ടി പോവുകയാണ്. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഇത് ഇത്ര വാസ്റ്റാണ്, ഒരുപാടധികം സ്ഥലമുണ്ട് എന്നുള്ളത്. അപ്പം ഞങ്ങൾ പതുക്കെ ഗ്രൂപ്പായിട്ട് പല ഭാഗത്തേക്ക് ചെതറിപ്പോയി. ചില ആളുകൾ സാന്താക്ലോസ് ഉള്ള ആ ഭാഗത്തേക്ക് പോയി, ചില ആളുകൾ സ്ട്രീറ്റ്സിലൂടെ നടന്നു പോയി, കുറച്ച് പേര് സീകൾ കാണാൻ പോയി. അങ്ങനെ പല വഴിയിലായിട്ട് ആളുകൾ ഇങ്ങനെ ചെതറിപ്പോയി സമയം കുറേ സമയം കഴിയുമ്പോഴത്തേക്കും ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും മാത്രമായി. ബാക്കിയുള്ളവരൊക്കെ പല ഗ്രൂപ്പായിട്ട് പല സ്ഥലങ്ങളിലാണ്. അപ്പോൾ ഞാനും ഇവനും കൂടി ഇങ്ങനെ നടന്നു പോകുന്നതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് മഴ പെയ്തു. ഞങ്ങൾ പെട്ടുപോയി. ഞങ്ങൾ നല്ലപോലെ മഴ നനഞ്ഞു. തിരിച്ചു പോകാൻ വേണ്ടി ഞങ്ങൾ പല രീതിയിൽ ഇങ്ങനെ വഴി നടക്കുകയാണ്. പക്ഷേ എങ്ങനെ പോയിട്ട് ഞങ്ങൾക്ക് വണ്ടി കിടക്കുന്ന സ്ഥലം ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഞങ്ങൾ പിന്നെ ഒരു കാര്യം ചെയ്തു, ബാക്കിയുള്ളവരെ ഫോൺ വിളിച്ച് എടുക്കുമ്പോൾ അവിടെയുള്ളവർ പറയുന്നത് ഞങ്ങൾക്ക് കേൾക്കാം, ഞങ്ങൾ പറയുന്ന അവർക്ക് കേൾക്കത്തില്ല. കാരണം ഞങ്ങൾ നിൽക്കുന്നിടത്ത് ഭയങ്കര ഒച്ചയാണ്. അവരുടെ സംസാരം കേട്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി എല്ലാവരും വണ്ടിക്കകത്തിരുന്നാണ് സംസാരിക്കുന്നതെന്ന്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു എടാ വണ്ടി എവിടെയാണ് കിടക്കുന്നത് ഞങ്ങൾക്ക് അറിയില്ല, വണ്ടിയിലേക്കുള്ള വഴി ഒന്ന് പറഞ്ഞു തരാൻ പറഞ്ഞു. അപ്പോൾ അപ്പുറത്തിരിക്കുന്നവൻ ഇത് കേൾക്കാൻ പറ്റുന്നില്ലാത്തതുകൊണ്ട് അവൻ ഫോണിൽ കൂടെ എന്നൊരൊച്ച മാത്രമേ പറയുന്നുള്ളൂ. എന്തങ്ങോട്ട് പറഞ്ഞാലും മറുപടിയായിട്ട് മാത്രമേ കേൾക്കാനുള്ളൂ. ഒടുവിൽ ഞങ്ങൾ അലറാനൊക്കെ തുടങ്ങി. എടാ വഴി എന്നൊക്കെ പറയുന്നുണ്ട്. കുറേ നേരം വെച്ച് മടുത്തിട്ടാണോ എന്തോ പെട്ടെന്ന് ഞങ്ങൾ കേൾക്കുകയാണ് ഇവൻ അപ്പുറത്തിരുന്ന് ഫോൺ മാറ്റിയിട്ട് ബാക്കിയുള്ളവരോട് പറയുക, എടാ അവന്മാർ തന്നെ വന്നോളാം, നമ്മളോട് പൊക്കോളാൻ പറഞ്ഞെന്ന്. ഇത് കേട്ടിട്ട് ഞങ്ങൾ ഇവിടുന്ന് അലറുകയാണ്. എടാ ഞങ്ങൾ എപ്പോഴാടാ അങ്ങനെ പറഞ്ഞത്, ഞങ്ങളെ കൂടെ കൊണ്ടുപോകാൻ വഴി പറയടാ എന്ന് പറയുന്നു. അപ്പോഴും ഇവൻ കേൾക്കുന്നില്ലെന്നാണ് തോന്നുന്നത്. കാരണം അപ്പുറത്തുനിന്ന് പിന്നെ ഇവൻ പറയുന്നത് ഓഹോ എടാ അവന്മാർ ബസ്സിൽ വരാമെന്നാണ് പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങളിവിടെ കിടന്ന് അലർച്ച. പെട്ടെന്ന് അപ്പുറത്ത് വണ്ടിയിലിരുന്ന് ആരോ പറഞ്ഞു, എടാ നീ എന്നെ ഈ പറയുന്നത് അവന്മാരെങ്ങനെയാണ് ബസ്സിൽ വരുന്നതെന്ന് പറഞ്ഞ് അവൻ്റെ കയ്യിൽ നിന്ന് വണ്ടി മേടിക്കുന്നു. ഞങ്ങളിവിടെ കിടന്ന് വീണ്ടും അലറിയത് എങ്ങനെയോ ചെറിയ സൗണ്ടിൽ അവൻ കേട്ടു. അവൻ ഞങ്ങൾക്ക് വഴിയൊക്കെ പറഞ്ഞു തന്നു. ഞങ്ങൾ ഈ മഴ മൊത്തം നനഞ്ഞ് നേരെ വണ്ടിയിലേക്ക് വന്ന് കയറി ആദ്യം ചെയ്യുന്നത് ആദ്യം ഫോൺ എടുത്തവനെ ഞങ്ങൾ രണ്ടുപേരും രണ്ട് കവിളിലും മാറി അടിക്കുകയാണ്. ഞങ്ങളെപ്പോഴാടാ ബസ്സിൽ വരാമെന്ന് പറഞ്ഞതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഉടനെ ഇവൻ പറയുകയാണ് ഞാൻ അങ്ങനെയാണ് കേട്ടേ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഞങ്ങൾ അവിടുന്ന് വണ്ടി നീങ്ങി. ഇപ്പോൾ വണ്ടി നീങ്ങിയപ്പോഴത്തേക്കും ഞങ്ങൾ രണ്ടും ഈ മഴ നല്ലപോലെ നനഞ്ഞിട്ട് ദേഹം മുഴുവൻ കുതിർന്നിരിക്കുകയാണ്. സോ എന്ത് നോക്കാനാണ്, ഞങ്ങൾ നേരെ ഷർട്ട് ഊരി പാൻറ്റ് ഊരി മുട്ടിൻ്റെ അത്രയുള്ള 2 ബോക്സർ മാത്രം ഇട്ട് ഞങ്ങൾ രണ്ടുപേരും വണ്ടിക്കകത്ത് ഷർട്ടും പാൻറ്റും ഒക്കെ പിഴിഞ്ഞ് ഉണക്കാൻ വെച്ചിരിക്കുന്ന പോലെ വണ്ടിക്കകത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ നിറയെ കഥയും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് വണ്ടി ഓടി തിരിച്ച് കോതമംഗലത്തെത്തി. അവിടെയാണ് ഞങ്ങൾ പഠിക്കുന്നത്. കോതമംഗലത്ത് വന്ന് വണ്ടി ഒരു വീടിൻ്റെ വാതിക്കെ കൊണ്ടുവന്ന് നിർത്തി. ആ വീട്ടിൽ താമസിക്കുന്ന ഒരുത്തൻ ചാടി പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങളൊക്കെ പല സ്ഥലങ്ങളിൽ വീട് വാടകയ്ക്ക് എടുത്ത് താമസിക്കുന്ന സമയമാണ്, ചിലർ കോളേജ് ഹോസ്റ്റലിൽ. അപ്പോൾ അവൻ അവിടെ ഇറങ്ങിയിട്ട് പറഞ്ഞു ഞാൻ പോവുക എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വണ്ടി ഇങ്ങനെ കിടക്കുന്നു, വണ്ടിക്ക് ഡ്രൈവറില്ല. ഞങ്ങൾ ബാക്കിയുള്ളവർ വണ്ടിക്കകത്തിരിക്കുന്ന സമയത്ത് സമയം ഏകദേശം 2-2:30 ഉടനെ അപ്പോഴത്തെ മൂച്ചിന് എല്ലാവരും കൂടി ഇങ്ങനെ നിന്നിട്ട് നമുക്ക് മൂന്നാർ പോയാലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ പറച്ചിൽ മാത്രം ഇങ്ങനെ നടക്കുന്നുണ്ട്, തീരുമാനമൊന്നുമില്ല, വെറുതെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ പതുക്കെ പുറകിലത്തെ സീറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നേരെ ചെന്ന് ഡ്രൈവിംഗ് സീറ്റ് കയറിയിരുന്നു. വണ്ടി പതുക്കെ സ്റ്റാർട്ടാക്കി ഞാനങ്ങ് നീക്കി. അപ്പോൾ വണ്ടി പതുക്കെ മൂന്നാർ റോഡിലോട്ട് ഓടാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പി. എല്ലാവരും യെസ് ചാലോ മൂന്നാർ, നമ്മൾ ന്യൂ ഇയർ ഇനി മൂന്നാറിൽ ആഘോഷിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം. വീണ്ടും കഥകളൊക്കെ പറയുന്നു. അങ്ങനെ വീണ്ടും ഇങ്ങനെ തകർത്ത് ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ പോയി മൂന്നാറിന് 10 കിലോമീറ്റർ മുമ്പ് ഒരു സ്ഥലത്തെത്തിയപ്പോഴത്തേക്കും എല്ലാവരും നല്ലപോലെ ഉറക്കമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ അവിടെ ഒരു സ്ഥലം ലൈറ്റൊക്കെ കത്തി കിടപ്പുണ്ട്, 1-2 തട്ടുകടയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഒരിടത്ത് വണ്ടി നിർത്തി
ഞങ്ങളെല്ലാവരും അവിടെ ഇറങ്ങി ഓരോ കട്ടൻ കാപ്പി കുടിക്കാമെന്ന് പറഞ്ഞ് അവിടെ ഇറങ്ങി. അപ്പോൾ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഞാനും എൻ്റെ ഫ്രണ്ടും ഇതുവരെ പാൻറ്റും ഷർട്ടും ഇട്ടിട്ടില്ല. ഞങ്ങൾ അതേ ബോക്സർ മാത്രം ഇട്ടുകൊണ്ടാണ് ഈ സ്ഥലത്ത് നിന്ന് ഈ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം സമയം ഏകദേശം 3:30 വെളുപ്പിനെ. അവിടെ ഒന്നും ഒരു മനുഷ്യനും ഇല്ല, എന്ത് നോക്കാനാണ്. ഇങ്ങനെ കാപ്പിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എവിടുന്നാണെന്നറിയില്ല ഒരു ടെമ്പോ ട്രാവലർ പോലത്തെ വണ്ടി കൊണ്ടുവന്ന് നിർത്തുന്നു. ഈ വണ്ടിക്കകത്ത് നിറയെ പെൺകുട്ടികൾ. ഇവരെല്ലാം കൂടെ നോക്കുമ്പോൾ റോഡിൻ്റെ സൈഡിൽ രാത്രി 3:30 ഈ ആനപ്പാപ്പാന്മാരിടുന്ന ഒരു ഡിസൈനുള്ള 2 ബോക്സറും ഇട്ട് 2 അവന്മാർ ഇങ്ങനെ നിന്ന് കട്ടൻ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ കൂടെയുള്ളവന്മാർ ചിരി, വാനിലിരിക്കുന്ന ആൾക്കാർ ചിരി. ഞങ്ങൾ രണ്ടുപേരും ഈ ഹരികൃഷ്ണൻസിൻ്റെ അകത്ത് ഗുപ്തൻ ചൂട് ചായ ഊതി ഊതി കുടിക്കുന്നു പറയുന്നില്ലേ, ഞങ്ങൾ രണ്ടുപേരും തിളച്ച കാപ്പി അണ്ണാക്കിലോട്ടെടുത്ത് കമത്തിയിട്ട് ഓടിച്ചെന്ന് വണ്ടിക്കകത്ത് കയറി. അപ്പോഴും മുഴങ്ങി കേൾക്കാം വണ്ടിക്കകത്തെ ആ ചിരിയും പുറത്തെ വാൻ്റെ അകത്തെ ചിരിയുമല്ല. ഏതായാലും അവിടുന്ന് വിട്ടു. നേരെ ഒരു 10 കിലോമീറ്റർ പോയി മൂന്നാർ എത്തി. മൂന്നാർ വെളുപ്പിനെ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ എത്തിക്കഴിഞ്ഞപ്പോൾ അറിയാൻ മേല എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേല. അപ്പോൾ ഇങ്ങനെ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക, ഇനി എന്നാ ചെയ്യേണ്ടതെന്ന്. ഉടനെ ആരോ ഒരുത്തൻ പറഞ്ഞു കുറച്ച് നേരം നമുക്കൊന്ന് ഉറങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ വണ്ടിക്കകത്തിരുന്ന് ഞങ്ങളെല്ലാവരും ഒന്ന് ഉറങ്ങി. ഒരു രാവിലെ ഒരു 7-7:30 ആയപ്പോഴത്തേക്കും എല്ലാവരും എണീറ്റ് കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും മൂഡ് മാറി. അപ്പോൾ അതൊക്കെ ഓരോരുത്തർ പറയാൻ തുടങ്ങി, ആരാടാ ഈ മൂന്നാറിന് വരാൻ പറഞ്ഞത്, മര്യാദയ്ക്ക് രാത്രി വീട്ടിൽ പോയാൽ മതിയായിരുന്നു, മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങിയാൽ മതിയായിരുന്നു പറയുന്നു. ഉടനെ അടുത്തവൻ പറയുന്നു, അതെ ഞാൻ അപ്പോഴേ പറഞ്ഞത് ഇത് വേണ്ടാന്ന്. ഇവനൊക്കെയാണ് ആദ്യം പോകാമെന്ന് പറഞ്ഞത്. ഇവന്മാരെല്ലാം ഇങ്ങനെ മാറ്റി പറയുകയാണ്. പതുക്കെ ഇവന്മാരെല്ലാം കൂടെ എൻ്റെ നേരെയായി. അതായത് വെറുതെ നമ്മൾ ഓരോ അഭിപ്രായമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇവൻ ചാടി വണ്ടി എടുത്തുകൊണ്ടാണ് ഇപ്പം നമ്മൾ ഈ 1-ാം തീയതി രാവിലെ ഒരു കാര്യമില്ലാതെ ഈ മൂന്നാർ വന്ന് വായും പൊളിച്ചിരിക്കേണ്ട വന്നതെന്നും പറഞ്ഞ് എല്ലാം കൂടെ എൻ്റെ നെഞ്ചത്തോട്ടായി. പിന്നെ അതിൻ്റെ പേരിൽ ആ വണ്ടിക്കകത്ത് കിടന്ന് കുറേ അടിയെല്ലാം ഉണ്ടാക്കി പരസ്പരം ഇടിയെല്ലാം കൊടുത്ത് ഒരുവിധം തല്ലിക്കൂട്ടി തിരിച്ച് കോതമംഗലത്ത് തിരിച്ചെത്തി. അതായത് ഒരു ദിവസം വൈകുന്നേരം നമ്മൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ എറണാകുളത്ത് പോകുന്നു എന്ന് പറഞ്ഞ് തോളെ കൈയിട്ട് പോയവന്മാരെല്ലാം കൂടെ ന്യൂ ഇയറിൻ്റെ അന്ന് വണ്ടിക്കകത്ത് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആഞ്ഞടിച്ച് ന്യൂ ഇയർ ആഘോഷിച്ച് തിരിച്ച് താമസിക്കുന്ന സ്ഥലത്തേക്ക് എത്തി. എന്നിരുന്നാലും തിരിച്ച് അവിടെ എത്തിയപ്പോഴത്തേക്കും എല്ലാവരും ഭയങ്കര ഫ്രണ്ട്സായി. വീണ്ടും എല്ലാവരും തോളെ കൈയിടുന്ന അവസ്ഥയായി. എത്ര ന്യൂ ഇയർ വന്ന് പോയെന്ന് പറഞ്ഞാലും ഈ ഒരു ന്യൂ ഇയർ ഞാൻ മറക്കത്തേയില്ല. ഇന്ന് ഈ ന്യൂ ഇയർ കഥ പറഞ്ഞപ്പോൾ ആദ്യം വലിയ കാര്യത്തിൽ പ്ലാൻ ചെയ്തിട്ട് അവസാനം അടിയായിട്ട് മാറിയ ഒരു സംഭവമാണ് ഞാൻ പറഞ്ഞത്. ഇതേപോലെ തന്നെ ഒരു സംഭവം വേറെ നടന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഇൻറ്റൻസിറ്റി ഒരല്പം കൂടുതലാണ്. ഇതേപോലെ വലിയ പ്ലാനൊക്കെ ആയിട്ട് ഒരു കല്യാണം ഉറപ്പിച്ചിട്ട് ആ കല്യാണ ദിവസം തന്നെ ആ കല്യാണം മുടങ്ങിയാൽ എങ്ങനെ ഇരിക്കും? അതും എൻ്റെ വളരെയധികം റിലേറ്റഡ് ആയിട്ടുള്ള ഒരാൾ. ആ ആളാരാണ്, എങ്ങനെയാ കല്യാണം മുടങ്ങി, അന്ന് എന്താണ് സംഭവിച്ചത്, ഈ ടൈപ്പ് കാര്യങ്ങളൊക്കെ ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ പറയാം. സോ ടിൽ വി മീറ്റ് അഗെയിൻ, ദിസ് ഈസ് യുവർ നെയ്ബർ മല്ലു RJ ഷെറിൻ സൈനിങ് ഓഫ്.